ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു ഫ്രഷ് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. പോവാം. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഇതിന്റെ വണ്ടി ഡെലിവറി എടുക്കാൻ. ഏത് വണ്ടി? വണ്ടിയൊന്നും പറയണ്ടല്ലേ? അപ്പോൾ അത് സർപ്രൈസ് ആയിക്കോട്ടെ. സർപ്രൈസ് അല്ലേ? പോവല്ലേ? പോ. അവസാനം ഡിസംബറിൽ ട്രാക്ക് ഡേ. എല്ലാരും അറ്റൻഷൻ എടുക്കണം. സൂട്ട് എടുക്കണം. മുപ്പിളി പറഞ്ഞു ഞാനപ്പോ ആൽപ്പൈന്റെ ഫുൾ ഗോൺട്ട്ലെറ്റ് എടുക്കണം. അപ്പൊ ഞാനെന്താ പറഞ്ഞറിയോ, എനിക്ക് റെവിറ്റിന്റെ ഫുൾ സൂട്ട് ഒന്ന് കണ്ടിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഡിസംബർ ആയിട്ടില്ല. അപ്പൊ അറിയില്ല, സംഭവം തന്ത വൈബിലേക്ക് മാറി. എന്നോടും പറയുന്നത് ഭംഗി സൂപ്പർ സ്പോർട്ടിന്റെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2028 അത് സർപ്രൈസ്. എങ്ങനെയാണെന്നറിയോ, എന്റെ തല ഒരു ഡെലിവറി ഇല്ലേ, നമുക്ക് കുറച്ചും കൂടെ ഹൈപ്പ് കൊടുത്തിട്ട് എന്ത് ചോദ്യം. മറ്റേ നമ്മളൊന്ന് പെട്ടെന്നായി പോയി സാഗറിന്റെ പരിപാടി ഇല്ലേ, അതേപോലെ മറ്റേ നീ കാല് നിലത്ത് ഷോറൂമിന്റെ നിലത്ത് വിട്ടുമ്പോഴത്തേക്ക് പൊടി ഇങ്ങനെ പോകുന്നത് അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മള് 50ഓളം സൂപ്പർ ബൈക്ക് ഉള്ള എൻട്രി. അങ്ങനെ ഒരു ഡെലിവറി നമ്മള് 2 രൂപ അടച്ചാലോ? അപ്പൊ എല്ലാ സൈസ് അവസാനം നമ്മുടെ ടീം ഒരു വണ്ടി ഉണ്ട് ബ്രോ ഇവിടെ നമ്മളെ പറഹന്റെ അടുത്ത്. ആണോ? ആ വണ്ടി കണ്ട, ആ വണ്ടി കണ്ട് 3 വണ്ടിയാണല്ലോ. നല്ല വണ്ടിയായി. ഒരു കാര്യം ചെയ്യ്, 900 കൊടുക്ക്, എന്നിട്ട് എടുക്ക്. എന്താ ചെയ്താ ഫുൾ സപ്പോർട്ട് അല്ലേ? നീ ഫിനാൻഷ്യലി സപ്പോർട്ട്. അപ്പൊ എല്ലാരും എന്തായി? നമ്മുടെ ടീമിന്റെ പേര് മാറ്റിട്ട് തന്ത വൈബ് ടീം, മിന്നാറോ ബോയ്സ് മാറ്റിട്ട് തന്ത വൈബ് ടീം. അങ്ങനല്ല, മിക്കവാറും ഞാനൊരു ഗ്രൂപ്പ് എക്സിറ്റ് ആവേണ്ടി വരും. അത് നല്ല കാര്യം. നീയാണല്ലോ തൊഴുത്തു കുത്തി എല്ലാത്തിനും. സിയാസ് എല്ലാം സെറ്റ് ആവടാ സിയാസ്. നമുക്ക് സിയാസിനെ കൊണ്ട് വണ്ടി ഒക്കെ ശരിയാവും. വിനീന്റെ അടുത്ത് ചോദിച്ചായിരുന്നോ മറ്റേ ഹാർലി? സംസാരിച്ചിട്ടില്ല. ഫറാനടുത്ത് ചോദിച്ചോക്കണം നമുക്ക്. ഫറാൻ പക്ഷെ അവന് ഇൻവെസ്റ്റ് ചെയ്യില്ലെന്നല്ല പറഞ്ഞത്. കുറച്ചുകൂടെ കംഫർട്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ന്യൂസ് എന്താണെന്നറിയോ, ഒരു 650cc 1300 cc പോകുന്ന കൂപ്പ് കൈകൾ. നീ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? 650 അങ്ങനെയാണ് ഞാൻ സിജാസിനെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഒരു ദിവസം ഞാൻ രാത്രി നല്ലൊരു മഴയത്ത് സിജാസ് മറ്റേ മുട്ടയൊക്കെ ഇങ്ങനെ സിയാൻസിലിങ്ങനെ ഇരിക്കണ സിജാസ്, വണ്ടി കാണുമ്പോ ചിത്തു സുഖാണോന്നൊക്കെ വെച്ചിരിക്കുന്നത്. അന്നാണ് ആദ്യം സിജുക്കാനെ ഞാൻ കാണുന്നതൊക്കെ. സിജുക്ക എന്നറിയപ്പെടുന്ന പൊന്നിക്ക. അങ്ങനെ GS അടിപൊളി വണ്ടി കേട്ടോ. വണ്ടി സൂപ്പർ. എടുക്കുന്നത് 1300 ട്രോഫി എഡിഷൻ. അത് ഭയങ്കര നിമ്പിളാ. പക്ഷെ എനിക്ക് തോന്നുന്നത് പുള്ളി മറ്റേ GST അപ്ഡേഷൻ വന്നില്ലേ, അതിന് മുമ്പ് എടുത്താ. അപ്പൊ അതുകൊണ്ട് എന്താ ഒരു 4 ലക്ഷം റുപ്യ അങ്ങോട്ട് ലാഭം കിട്ടും. GST വന്നാൽ 4 ലക്ഷം റുപ്യ കൂടുതലടാ. പക്ഷെ ബ്ലഡി ഓസം ബൈക്ക് ഇതാണെന്ന് തോന്നുന്നു. നദിയിലേക്കാ നമുക്ക് കിസ്മത്തിൽ പോയാലോ? പുതിയ തുടങ്ങിയ മലപ്പുറം. മലപ്പുറത്ത് പോണപ്പോ അല്ല, മലപ്പുറത്തുകാരുടെ അഡ്വഞ്ചർ എടുത്ത പിന്നെ അല്ല ഇനിയിപ്പോ മറ്റേ മുസ്ലിമിന്റെ ഗ്രൂപ്പിലിടൂലേ അഡ്വഞ്ചർ പോയി സാധനങ്ങളുണ്ടോ? അപ്പൊ എനിക്ക് +1 ഇടാൻ. സത്യം പറയാൻ ആ ഗ്രൂപ്പിൽ ഇപ്പൊ ആരും വണ്ടി ഓടിക്കുന്നില്ലല്ലേ? എന്നാ സംഭവം എടാ, നമ്മുടെ ഗ്രൂപ്പിൽ പുതിയ ആൾക്കാർ കേറുന്നില്ലല്ലോ. കേറുന്നൊക്കെ ആൾക്കാരെന്ന് പറയുന്നത് ആ സൂപ്പർ ബൈക്കിന്റെ നമ്മളാ തിളപ്പ് കഴിഞ്ഞിട്ട് കേറുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ സൂപ്പർ ബൈക്കിന്റെ തിളപ്പ് കഴിഞ്ഞ് ഭാര്യ കുട്ടികളൊക്കെ ഒരു കാമൻ കോയിട്ട് മനസ്സിലായില്ലോ. ഓരോ ബൈക്ക് നമ്മള് ആ ഒരു ഇത് മാറിയിട്ട് നിൽക്കുന്ന സമയം എക്സ്പയറി ഇല്ലാത്ത ആളും എങ്ങനെയാന്ന് പറയാം. എക്സ്പയറി ഇല്ല, അതായത് എറിയാൻ അറിയുന്നതിന്റെ അടുത്ത് കമ്പ് കൊടുക്കുന്ന അവസ്ഥയാണ്. എക്സ്പയർ ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് ഹാർലി ഡേവിഡ്സണുള്ള നമ്മളിപ്പോൾ അതൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി KFCയിലോട്ട് കയറിയതാണ്. അവർ രണ്ടുപേരും അകത്തോട്ട് പോയിട്ടുണ്ട്. ഓർഡർ ചെയ്തോ? QR കോഡ് വെച്ചെടുത്തിട്ട് മോള് പോണല്ലേ?
നമ്മള് മുക്കിൽ വന്നാൽ പറയണോ? പറയാനായോ ഇത്? അപ്പം ഞങ്ങൾ ഇതൊന്ന് കഴിച്ചാട്ടെ, എന്നിട്ട് നമുക്ക് നേരെ സമയത്ത് 3:45 നമ്മളിത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡെലിവറി എടുക്കാൻ പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ സോണി സിഗ്നലിൻ്റെ ഇവിടെയാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ. സോ ചെരുപ്പാഞ്ഞ് വണ്ടി എടുത്തുണ്ട്. നമ്മളിപ്പോൾ എത്തിയില്ലേ? ഇവിടെ അക്ഷയ മോട്ടോഴ്സ്. ഓ ഇതാണോ അക്ഷയ? ഇതല്ലല്ലോ, അതല്ലേ? അവിടെ അല്ലേ? എവിടെ വെക്കണ്ട വണ്ടി? ഇങ്ങനെയാ? അവിടെ പാർക്കിംഗ് സ്ഥലം ഉണ്ടാവില്ല. അങ്ങോട്ട് അവിടെ പാർക്കിംഗ് സ്ഥലം ഉണ്ടാവും. അങ്ങോട്ട് എടുത്തോ. നമ്മളെ വണ്ടി ഇതാ അവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഓണർ. എന്തുകൊണ്ടാണ് ഇത് പ്രൗഡ് തുണിയിൽ വലിക്കും. ഇതാണ് നമ്മളുടെ GS 1300. നമ്മളൊരു ജിംബ്രോ ആണ് വണ്ടി എടുത്തത്. വണ്ടി ഇതാ ഡെലിവറി എടുത്തു, പുള്ളിയിതാ പോകുന്നു. സോ ഗൈസ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതാണ് നമ്മളെ ഫ്രഷ് ഓണർ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം അല്ലേ?